ശുഭനേർ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലേ, ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ വരുമെന്ന്. ഓരോ ദിവസം ഓരോ സാഹചര്യമല്ലേ, അതനുസരിച്ചായിരിക്കും എൻ്റെ വീഡിയോയുടെ കാര്യങ്ങൾ. മറ്റു കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ നടക്കുന്നത്. അപ്പോൾ വേറൊരു പ്രധാന കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് പറയാൻ എന്താ പറയുന്നത്, അതിന് നിങ്ങളോട് പറയാതെ ആയിട്ട് ഒരു കാര്യങ്ങളും ഇപ്പോൾ ശുഭയ്ക്കില്ല അല്ലേ. അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഒരു സന്തോഷകാര്യം വരുന്നു എന്ന്. കാര്യം ഒരു സന്തോഷകാര്യം തന്നെയാണ്. നമ്മൾ പഠിച്ച ഒരു തൊഴിലിൽ പെട്ടെന്ന് അത് വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ അതിരുന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമം കേട്ടോ. എനിക്ക് ഓർക്കുമ്പോൾ തന്നെ നല്ല എൻ്റെ അടുത്ത് പിന്നെ വരുന്നവർ, അതായത് ഒരു 6 മാസമായിട്ട് ഞാൻ പാർലർ നിർത്തിയ പോലെ തന്നെയായിരുന്നു കേട്ടോ. എന്നാലും ഇടയ്ക്ക് ആൾക്കാർ വരികയും ആ വരുന്നവർക്ക് ചെയ്ത് കൊടുക്കുകയും പിന്നെ അപ്പോൾ ആ ചെയ്യുന്നവർ പറയും, ശുഭേ എന്താ ഇത് നിർത്തല്ലേ ശുഭ, ത്രെഡ് ചെയ്താൽ വേദന അറിയത്തില്ല, അതുകൊണ്ട് ശുഭ നിർത്തരുത് കേട്ടോ. പിന്നെ ചിലർ ചോദിക്കും എന്തിനോ നിർത്തിയോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പലരും പല ഇതിലെന്നോട് സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിലെന്തോ ഒരു സത്യം കേട്ടോ. നമ്മൾ ഓയിലിൻ്റെ വർക്കും അടുക്കളയിലെ ജോലിയും പിന്നെ പാർലറിലെ ജോലി എന്ന് പറഞ്ഞാൽ ഫേഷ്യലൊക്കെ എനിക്ക് പെട്ടെന്ന് ഉള്ള എനിക്കത് അറിയത്തില്ല. അതിൻ്റെ ഓരോ പ്രോസസ്സിങ്, ക്ലെൻസിങ്, സ്ക്രബിങ്, നമ്മൾ മസാജിങ്, പായ്ക്കിട്ട് ഇത്ര ടൈം, അതൊക്കെ അനുസരിച്ച്. പിന്നെ നമ്മുടെ ഫേസിന് വേണ്ടത്, അതായത് ഇപ്പം വരുന്ന ഒരു കസ്റ്റമർ പറയുക, ശുഭ എനിക്ക് ഒരു സാധാ ഫേഷ്യൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് ഏത് തരം ടൈപ്പ് സ്കിന്നാണ്, ഈ സ്കിന്നിൽ ഏത് ഫേഷ്യലിട്ട് ചെയ്താലാണ് മാറ്റം ഉണ്ടാകുന്നത്. പിന്നെ ചിലരുടെ മുഖത്തെല്ലാം കറുത്ത പാടുകൾ, കണ്ണിൻ്റെ അടി ഡാർക്ക് സർക്കിൾസ്, ചുണ്ടിൻ്റെ അടി കറുപ്പ്, കഴുത്തേൽ ഈ 2 സൈഡിലും ഇങ്ങനെ കറുപ്പ്, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടത്, അതായത് നമ്മുടെ സ്കിന്നിന് ഏതാണോ ആവശ്യം ആ ഒരു തരത്തിലുള്ള ഫേഷ്യലൊക്കെ ചെയ്യാൻ പറയുകയൊക്കെ ചെയ്യുന്ന ഒരാളാകട്ടോ. അപ്പോൾ ഞാൻ സമയമെടുക്കും. ഞാനൊരു ഫേഷ്യൽ കഴിയുമ്പോൾ ചിലപ്പോൾ 1.25 മണിക്കൂർ എടുക്കും. എനിക്ക് അങ്ങനെ ഒരു പായ്ക്കിട്ടിട്ടാണേലും ചില ഫേഷ്യലിനകത്ത് ജെല്ല് അപ്ലൈ ചെയ്യാനായിട്ട് കാണും. ആ ജെല്ല് എന്തിനാണെന്ന് ചോദിച്ചാൽ, നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് കുറച്ചൊരു മോയ്സ്ചറൈസിങ് കൊടുക്കാനും, നമ്മുടെ സ്കിന്നിലേക്ക് ആഴ്ന്നിറങ്ങി നമ്മുടെ സ്കിന്നിന് ഒരു കൊളാജൻ പ്രവർത്തനമൊക്കെ കൂട്ടാനും ഒക്കെ അങ്ങനെയുള്ള ഫേഷ്യൽസും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു 15 മിനിറ്റ് പോകും, പായ്ക്കിനൊരു പോകും. പിന്നെ ബ്ലീച്ച് വേണം എന്ന് പറയുന്നവർക്ക് ബ്ലീച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അതിനൊരു 15 മിനിറ്റ് പോകും. അങ്ങനെ നമുക്ക് എങ്ങനെ പോയാലും ഒരു 1.25 മണിക്കൂർ നഷ്ടപ്പെടും. പിന്നെ നമ്മൾ പാർലറിൽ വരുന്ന ഇപ്പം കസ്റ്റമറുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സംസാരിച്ചിരിക്കുമോ, അങ്ങനെ വെറുതെ അങ്ങനെ സംസാരിച്ചിരിക്കുക എന്നല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വഴി അങ്ങനെ നമുക്ക് ടൈം പോകുന്ന അറിയത്തില്ല. അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ അപ്പോൾ ഓയിലിൻ്റെ വർക്ക് പെൻഡിങ് ആകുന്നു. അങ്ങനെ ഓരോ അന്നൊക്കെ നമുക്ക് ഒരു നേരെ വരത്തുള്ളായിരുന്നു ആദ്യകാല സമയത്തൊക്കെ. ഇപ്പം നമുക്ക് പറഞ്ഞാൽ ആ ചെറുക്കൻ ഓടി വന്ന് നമ്മളെ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ നമുക്ക് അതും ഒരു സ്ലോയിലായി നമുക്ക്. പിന്നെ എനിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ബ്രൈഡൽ മേക്കപ്പിൻ്റെ കാര്യം. ബ്രൈഡൽ മേക്കപ്പ് അതെ, ഞാൻ പാർലർ നിർത്തിയെന്ന് പറഞ്ഞാലും ഫേഷ്യൽ, പെഡിക്യൂറ്, നമ്മുടെ മുടിവെട്ട്, മുടിയിലിടുന്ന ഹെന്ന, കളറിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ഹെന്നയും ഡൈയും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. അത് ഇപ്പം ഹെന്ന വരുന്നവർക്ക് നമ്മൾ കുഴച്ച് കൊടുക്കുന്നതായിരിക്കും. അല്ലാതെ ഹെന്ന തലയിലിട്ട് അങ്ങനെ ഒരുപാട് സമയം നമുക്ക് ഇനി കളയാനായിട്ടില്ല. എന്ന് വെച്ചാൽ ഹെന്ന ഒരു 2 മണിക്കൂറെങ്കിലും നന്നായിട്ടിരുന്നാൽ നന്നായിട്ട് അത് ഉണക്കി പിടിച്ച് അവരുടെ ഹെയറിനെ ഡ്രൈ ആക്കി നല്ല സൂപ്പറായിട്ടെല്ലാം വിടണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 2.5 മണിക്കൂർ. അപ്പോൾ ആ മണിക്കൂറിൻ്റെ അല്ല, ഹെന്ന, ഡൈ ഇതൊന്നും ഇല്ല നമ്മുടെ പാർലറിൽ. നമ്മുടെ പാർലറിലുള്ളത് ത്രെഡിങ് ഉണ്ട്, ഫേഷ്യൽസ്, എല്ലാ ഫേഷ്യൽസും, എസ്പെഷ്യലി ബ്രൈഡൽ പാക്കേജ് എല്ലാം ഉണ്ട് കേട്ടോ. ബ്രൈഡൽ പാക്കേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പാക്കേജായിട്ട് പറഞ്ഞാൽ അതിൽ ബ്ലീച്ചുണ്ട്, പെഡിക്യൂറുണ്ട്, ഹെന്ന ഉണ്ട്, ഹാൻഡ് പോളിഷിങ് വേണമെങ്കിൽ അതുണ്ട്, അങ്ങനെയുള്ള നെക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ എല്ലാ ബ്രൈഡൽ പാക്കേജിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ
അപ്പം അതിനാണ് ഞാനൊരു മുൻഗണന കൊടുക്കുന്നത്. അതായത് ബ്രൈഡിനെ അണിയിച്ചൊരുക്കുന്നതിന് മുന്നേ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ബ്രൈഡൽ മേക്കപ്പിനാവശ്യം അങ്ങനെ ബ്രൈഡിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഞാനിപ്പം വലിയ നോട്ടീസ് അച്ചടിച്ചിറക്കുമോ, നമ്മളിവിടെ പാർലർ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നോട്ടീസ് ഇറക്കുകയും പിന്നെ നമ്മളെല്ലാ സ്ഥലങ്ങളിലും കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി പറയുകയും പിന്നെ ഞാൻ ഒരു പാർലർ നടത്തിക്കൊണ്ടിരുന്നിടത്തുനിന്ന് കൊറോണ ടൈം വന്നതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് വന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് ചെയ്തായിരുന്നു. ഇപ്പം തിങ്കളാഴ്ചയാണ് കേട്ടോ. തിങ്കളാഴ്ച രാവിലെ 9-നും 9:30-ക്കും ഇടയ്ക്കാണ്. അപ്പോൾ ഭയങ്കര മഴയാണ്. എങ്ങനെയൊക്കെ ആവുമെന്ന് അറിയത്തില്ല. മഴയെന്ന് പറഞ്ഞാൽ ഇപ്പം ദേ കുറച്ച് ഒരു മഴ ചാറുന്നുണ്ട്, എങ്കിലും വലിയ വെയിലും ഇല്ല, വലിയ മൂടലും ഇല്ല, അങ്ങനത്തെ ഒരു ഇതിലിരിക്കും. അതുകൊണ്ട് ആ വീഡിയോയ്ക്കൊന്നും ഒരു ഇതില്ലാത്തത്. അപ്പം അന്ന് രാവിലെ ഞാനിപ്പോൾ ആരെ വിളിക്കുവോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ വീഡിയോയിൽ കൂടി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ കാണുന്നവർ, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ശുഭയെ ഫേഷ്യൽ ചെയ്ത് തരാമോ, വരട്ടെ എന്ന് ചോദിച്ചു ഒത്തിരി പേരെന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എല്ലാവരോടും സോറി ഒന്നുകൂടെ പറയുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് ഒരുപാട് പേരെ കോട്ടയത്ത് നിന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ, ദൂര സ്ഥലത്തു നിന്നൊക്കെ. അപ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുന്നത്, എന്തെങ്കിലുമൊക്കെ പരിപാടിയല്ല, അത് വെറുതെ ഇരുന്നുകൊണ്ട് ഒരിക്കലും എനിക്ക് പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം ഓയിലിൻ്റെ അഡ്രസ്സ് എഴുതുമോ, ഓയിലിൻ്റെ പരിപാടിയോ, ഞാനിവിടെ ഒറ്റയ്ക്കുള്ള ടൈമോ അങ്ങനെയൊക്കെ ആയിരിക്കും. ആ ഒരു ടൈമിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും പറഞ്ഞേക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇനി എൻ്റെ അടുത്ത് വരണമെന്നുണ്ടെങ്കിൽ വന്ന്, പക്ഷേ അവരൊക്കെ ഗൾഫിൽ നിന്ന് വന്നവരും ഒക്കെ ആയിരുന്നു അന്ന് കേട്ടോ. ഗൾഫിൽ നിന്ന് വന്നേക്കുക, ശുഭ കോട്ടയം വരെ വന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. അന്നൊന്നും ഞാൻ ഇപ്പോൾ ഫേഷ്യൽസൊക്കെ നിർത്തി, ഫേഷ്യലൊന്നും ഇപ്പം ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ പഠിച്ചു വന്ന വഴികൾ, നമ്മൾ എത്ര വർഷം കൊണ്ട് പഠിക്കുന്ന ഒരു തൊഴിലാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാലവും ചെയ്ത് അതായത് ത്രെഡിങ് പിള്ളേരാണ് ഒട്ടും സമ്മതിക്കാത്തത്, നിർത്തണ്ട ശുഭചേച്ചി എന്നും പറഞ്ഞ്, വേദന അറിയത്തില്ലെന്നും പറഞ്ഞ്. ഈ വേദന അറിയില്ല എന്ന് പറയുന്ന കാര്യം എന്താണെന്നറിയുമോ, അതൊരു എക്സ്പീരിയൻസ് ആകട്ടോ. നമ്മൾ ത്രെഡ് ചെയ്യുക എന്ന് പറയുമ്പം നൂലും കൊണ്ട് നമ്മൾ ഒന്ന് അമർത്തി നമ്മുടെ ഷോൾഡറെ ബലം കൊടുത്ത് ചെയ്താൽ കസ്റ്റമർക്ക് ഒരിക്കലും ഒരു വേദന അറിയത്തില്ല. ഇങ്ങനെ വെറുതെ ഇങ്ങനെ വലിച്ചു പറിക്കുമ്പോഴാണ്, അതായത് പുതിയ പഠിച്ചു കഴിഞ്ഞ പിള്ളേരൊക്കെ അവർക്ക് ഇതായിക്കോളും. അങ്ങനെ ഉള്ളപ്പോഴാണ് നമ്മൾ വേദന എടുക്കുന്നു എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ അതനുസരിച്ച് നമ്മൾക്ക് സമ്മർദ്ദം ചെലുത്തി അങ്ങനെ എടുക്കണം. അങ്ങനെ എടുത്താലാണ് വരുന്ന കസ്റ്റമർക്ക് നന്നായിട്ട് എടുത്തു കൊടുക്കുക. അപ്പം ത്രെഡിങ് ആണെങ്കിലും പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഇത് മനസ്സിൽ ആലോചിച്ച ടൈം മുതൽ ഇവിടെ മഴയാണ്. അപ്പോൾ ഒരു കാര്യവും ചെയ്യാൻ പറ്റിയില്ല. ഇതിപ്പം ഉള്ളതിനെ തന്നെ നല്ല ഒരു വൃത്തിയാക്കി, നമ്മുടെ ഫ്രിഡ്ജിനകമെല്ലാം നല്ലപോലെ വൃത്തിയാക്കി, പിന്നെ നമ്മുടെ ഫ്രിഡ്ജിനകത്താണല്ലോ സാധനങ്ങളൊക്കെ. അപ്പോൾ ഫേഷ്യലിൻ്റെ സാധനങ്ങളൊന്നും ഇരിപ്പില്ല. അപ്പോൾ ഇന്ന് ഞാൻ സാധനങ്ങളെല്ലാം പോയി വാങ്ങിക്കാൻ പോവാണ്. എറണാകുളത്തിനൊന്നും പോകുന്നില്ല. എറണാകുളത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് കരുതിയായിരുന്നേ, കിറ്റുകളൊക്കെ വാങ്ങിക്കാമെന്ന് കരുതിയായിരുന്നേ. അപ്പോൾ നമ്മൾ കോട്ടയത്ത് തന്നെ പോയി കിറ്റുകൾ വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നിപ്പം കുറച്ച് മഴയൊക്കെ കുറവുണ്ടേ. അപ്പം എല്ലാവരും അങ്ങ് പറയുക, അന്നങ്ങ് തുടങ്ങി വയ്ക്കുക, പിന്നെ കുറേശ്ശെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിലാക്കാം എന്ന്. അതായത് പാർലർ നടന്നുകൊണ്ടിരുന്ന സ്ഥലം തന്നെ ഒരു 6 മാസമായിട്ട് ഇല്ലാന്നായതേ ഉള്ളൂ. ബാക്കി പിന്നെ പുതിയ സാധനങ്ങൾ, ഫേഷ്യൽ കിറ്റാണെങ്കിലും എല്ലാ സാധനം, ക്ലെൻസിങ് മിൽക്ക് മുതലുള്ള സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കണം. അപ്പം തിങ്കളാഴ്ച മുതൽ റീ ഓപ്പണിംഗ് ആണ്. ഇപ്പം ഓയിലിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഇനി 2 മാസത്തേക്ക് ഹസ്ബൻഡിനാണെങ്കിലും ഓഫ് സീസണാണ്. അപ്പോൾ എനിക്ക് അഡ്രസ്സ് എഴുതി മാത്രം മതി. ബാക്കി ഓയിൽ ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല, അത് ഞാൻ നിങ്ങളെ ഇന്നലെ കാണിച്ചല്ലോ. ഞാൻ തന്നെ നിന്നുണ്ടാക്കണം. എനിക്ക് എത്ര മണിക്കൂറായാലും ഞാൻ തന്നെ ഉണ്ടാക്കണം. അതല്ല ബാക്കി കാര്യങ്ങൾ, നമ്മുടെ ബോക്സ് ശരിയാക്കുന്നതും, നമുക്ക് ആ ബോക്സൊക്കെ വെറുതെ പേപ്പർ പോലെ കിട്ടുന്ന കാര്യങ്ങളാണ്. അങ്ങനെ അത് കിട്ടുള്ളൂ, ബോക്സായിട്ടൊന്നും കിട്ടത്തില്ല. അപ്പം അത് ആക്കുന്ന കാര്യങ്ങളും പിന്നെ ടേപ്പ് ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് സഹായിക്കാൻ ആളുള്ളതുകൊണ്ട് ഞാൻ ധൈര്യപൂർവ്വം അങ്ങ് തുടങ്ങുവാണ് വീണ്ടും. അപ്പം ബ്രൈഡൽ മേക്കപ്പ് ആവശ്യമുള്ളവരും അതിൻ്റെ പാക്കേജ് ആവശ്യമുള്ളവരും ഒക്കെ എൻ്റെ ഫോണിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. പിന്നെ ഇവിടെ വന്ന് ചെയ്യുന്നവർക്ക് ഇവിടെ വന്ന് ചെയ്യാം. എവിടെയാണോ വന്ന് ചെയ്യേണ്ടത് അവിടെ വന്നും ചെയ്തു തരും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒക്കെ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഫേഷ്യൽസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വീണ്ടും തുടങ്ങുക തന്നെയാണ്. നമ്മൾ പഠിച്ച ഒരു തൊഴിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് നിർത്താനും മനസ്സ് വരുന്നില്ല. പിന്നെ കുറേ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലായിരുന്നു. ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ എൻ്റെ സ്വയമേ ഉള്ള കാര്യങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇത് ഒരു 6 മാസമായെന്ന് തോന്നുന്നു കേട്ടോ ഇപ്പോൾ നിർത്തലാക്കിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് ഗേറ്റിംഗ് വരും കേട്ടോ, സന്ധിക്കും രാത്രിയിലും ഒക്കെ. ചിലപ്പോൾ ലൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ആ സമയത്തൊക്കെ ഗേറ്റിൻ്റെ അവിടെ ആൾക്കാർ ത്രെഡ് ചെയ്യാവോ ചേച്ചിയും ചോദിച്ചൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ എന്തായാലും ഞാൻ ഇതിൽ കൂടി അങ്ങ് പറയുവാണ്. പിന്നെ ഓരോരുത്തരെ ഒന്നും വാട്സപ്പിലൊന്നും പറയാൻ സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം. പിന്നെ എൻ്റെ സ്ഥിരം കസ്റ്റമറുടെ അടുത്തൊക്കെ. പിന്നെ എനിക്ക് പ്രധാനം ഞാൻ ഇതിനകത്ത് പറയുന്ന കാര്യം, എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരില്ലേ, അവരൊക്കെ ഇനി ധൈര്യപൂർവ്വം പോരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇത് ഒന്നുകൂടെ ഒന്ന് തുടങ്ങുന്ന കാര്യം ഞാൻ അറിയിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ 2-ാം തീയതി, അതായത് തിങ്കളാഴ്ച, മഴ മാറിയാൽ മതിയായിരുന്നു. ഇപ്പോൾ എന്തായാലും രാവിലെ ആ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ആരെയും വിളിക്കുകയോ എടുക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഒരു നിലവിളക്ക് കൊളുത്തി നമ്മൾ എല്ലാം നീറ്റാക്കി സാധനമെല്ലാം മേടിച്ച് അങ്ങ് വിളക്ക് കൊളുത്തി തുടങ്ങും, അത്രയേ ഉള്ളൂ. എൻ്റെ മോടെ വല്ല ഒന്ന് മുടി വെട്ടിക്കൊടുത്തോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാതായിട്ട് എനിക്കൊരു കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. പിന്നെ നിങ്ങളിൽ ഒരുപാട് പേരുടെ അടുത്ത് വരട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ വരണ്ടാന്ന് പറയുന്ന സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്തുള്ള ആൾക്കാരും ദൂരെയുള്ള ആൾക്കാരും ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ശുഭേ വരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഓയിലിൻ്റെ കാര്യങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അന്നൊക്കെ. അതുകൊണ്ട് ഞാൻ ഈ പാർലർ മുന്നോട്ട് കൊണ്ടുപോകാഞ്ഞത് ഇനി ധൈര്യപൂർവ്വം ഞാനങ്ങ് മുന്നോട്ട് വീണ്ടും കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു. 23 വർഷമായില്ലേ ഈ പണി തുടങ്ങിയിട്ട്. അപ്പം ഇടയ്ക്ക് നിർത്തി വെച്ചപ്പോൾ അതിൻ്റേതായ ശരീരത്തിൻ്റെ ഒരു സുഖമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ല, എനിക്ക് പുറത്തിന് വേദനയും കൈക്ക് വേദനയും ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഉള്ളതാണ് കേട്ടോ. അങ്ങനെ വേദനകളൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പം ഓയിലിൻ്റെ ജോലി ഇത് കണ്ടോ, ഓയിൽ ഉണ്ടാക്കുന്നതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ മുഖം നോക്കിയാൽ അറിയാം എൻ്റെ മുഖത്തിനൊരു ക്ഷീണം, അങ്ങനെ കാര്യങ്ങൾ. അതായത് നമ്മൾ നിന്നുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഫേഷ്യൽ വന്നാൽ നമ്മൾ നിന്നുകൊണ്ടല്ലേ ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാലും കുഴപ്പമില്ല, ഇപ്പം ഒരു ഹാപ്പി ആയിട്ട് അങ്ങ് തുടങ്ങാമെന്ന് തന്നെ കരുതിയിരിക്കുന്നത്. വരുന്ന കസ്റ്റമറെ അവർക്ക് എന്താണോ ആവശ്യം, അതായത് അവരുടെ ഫേസിൽ എന്താണോ ആവശ്യം അതറിഞ്ഞ് ഫേഷ്യൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. കറുത്ത പാടാണോ, കരിമങ്കല്യമാണോ, ഡ്രൈനെസ് ആണോ, എന്താണ് അവരുടെ ഒരിത്. പിന്നെ പ്രധാനമായിട്ടും ബ്രൈഡൽ പാക്കേജാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പോയി സാധനങ്ങളും കിറ്റുകളും എല്ലാം വാങ്ങിക്കാൻ പോവാണ്. അത് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടാണ്. പിന്നെ കുറച്ച് ഷോർട്സ് എടുക്കാൻ പറ്റുമെങ്കിൽ, കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ കടയിൽ ചെല്ലുമ്പോൾ എടുക്കാം, ഷോർട്സ് ആയിട്ടിടാം. പിന്നെ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പം ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും കാശ് കൊടുത്ത് ഓരോ ക്ലാസ്സിനൊക്കെ പോവുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ, മഴയാണോ, അങ്ങനെയൊക്കെ നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് അങ്ങ് നിർത്തിയപ്പോൾ ഒരു പ്രയാസം, അത്രയേ ഉള്ളൂ. എനിക്ക് തന്നെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മുടെ പാർലർ ഓപ്പൺ ആവുകയാണ്. അപ്പം എല്ലാവരുടെയും അനുഗ്രഹം വേണം. വിളിച്ചവരെല്ലാം വീണ്ടും വിളിക്കുക, വരിക. 2-ാം തീയതി തിങ്കളാഴ്ച മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ കാര്യം ഒരു പറയാനാകട്ടോ ഇന്നിപ്പോൾ വന്നത്.